ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കപ്പി കാച്ചുന്നില്ല, തേങ്ങ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതെ വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ തികച്ചെടുക്കുന്നില്ല, അതാ ഈ ഒരു അളവിൽ. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 4 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 തവണയായിട്ട് മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സി ജാറിൽ ഈ ഒരു അളവിലാണ് ഫസ്റ്റ് ട്രിപ്പ് ഇടുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അരി നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് റൈസോ മട്ട അരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കപ്പ് ഒരു 2.5 ടേബിൾ സ്പൂൺ കൂടുതലുണ്ടാവും. അതാ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ഞാൻ അളന്ന് ചേർക്കാത്തതാണ്, ഞാൻ ഇതിൽ തന്നെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളവും പിന്നെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതും ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തവിയോ കയ്യോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്ത് ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും മാവ് ഫെർമെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തലേദിവസം വൈകിട്ട് 5 മണിക്കാണ് ഇത് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം ഒരു 6 മണി 7 മണി അടുക്കൊക്കെ ആകുമ്പോഴാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് സാധാരണ എടുക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം 6:30 ആയപ്പോൾ ഞാൻ എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പിൻ്റെ മുകളിലൂടെ നോക്കിയാൽ തന്നെ അറിയാം നല്ല ബബിൾസൊക്കെ വന്ന് ഫെർമെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2-2.5 ടേബിൾ സ്പൂണോ പഞ്ചസാര കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി അപ്പോൾ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അപ്പം ഉണ്ടാക്കാനുള്ള അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടായില്ലെങ്കിൽ നമ്മളുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഹോൾസൊക്കെ വരുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഫ്ലഫിയും ആയിട്ടുള്ള അപ്പമാണ് ഇത്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അപ്പച്ചട്ടി ചൂടാക്കി എടുക്കണം. അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഹോൾസൊക്കെ വരുമ്പോൾ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുമല്ലോ, ആ ടൈമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതായത് ഏത് സമയത്ത് നമ്മൾ മാവ് ഒഴിക്കുന്നോ ആ സമയത്ത് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇരിക്കണം. ചൂടില്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അപ്പം വരില്ല. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിന് നല്ല അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. അടുത്ത് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ.